ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയണ പോലെ തന്നെ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, as we can see in this chapter, there can be many different estimators of one and the same parameter of a population. അതായത് സെയിം പാരാമീറ്റർ, ഒരു പോപ്പുലേഷൻ്റെ സെയിം പാരാമീറ്ററിന് തന്നെ പല ഡിഫറെൻറ്റ് എസ്റ്റിമേറ്റർ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതായത് നമ്മൾ എസ്റ്റിമേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചല്ലോ, ഇപ്പോൾ അൺബയാസ്ഡ്, കൺസിസ്റ്റൻസി, അങ്ങനെ പല ഇതുകൾ പഠിച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പാരാമീറ്റർ, ഇപ്പോൾ തീറ്റയാണെന്ന് വിചാരിക്കാം, തീറ്റയുടെ ഒരു എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് തന്നെ നമുക്കിപ്പോൾ അൺബയാസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അൺബയാസ്ഡും സഫീഷ്യന്റും ആയിട്ടുള്ളത് ഒരുമിച്ചുള്ളത്, ഇപ്പൊ അൺബയാസ്ഡ് ആണ് പക്ഷെ എഫിഷ്യന്റ് അല്ല, അങ്ങനെ പല ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉള്ള എസ്റ്റിമേറ്റർ തന്നെ സെയിം പാരാമീറ്റർ തീറ്റയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ജനറൽ മെത്തേഡ് വേണം നമുക്ക് ആ എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഹിയർ വി പ്രസന്റ് ടു സച്ച് മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് ഓഫ് മൊമെന്റ്സ്, അതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ്, അതൊരു പഴയ ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. ഓക്കെ, അതായത് സെയിം പാരാമീറ്ററിന് തന്നെ പല പ്രോപ്പർട്ടീസ് ഉള്ള എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ എസ്റ്റിമേറ്റേഴ്സ് കാണാനായിട്ട് ജനറൽ മെത്തേഡ്സ് വേണം. അപ്പൊ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ആണുള്ളത്. മെത്തേഡ് ഓഫ് മൊമെന്റ്സും, അത് ഇത്തിരി ഓൾഡസ്റ്റ് മെത്തേഡാണ്, അതിനേക്കാളും ഇത്തിരിയും കൂടെ ന്യൂ ആയിട്ടുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. ഓക്കെ, ഇനി എന്താണ് ഈ എസ്റ്റിമേറ്റർ, എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എസ്റ്റിമേറ്റിംഗ്, തീറ്റ എന്ന് പറഞ്ഞ ഒരു ഇതാണ്, എസ്റ്റിമേറ്റർ ആണ് തീറ്റ. അത് എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, we are speaking of estimating the fixed yet unknown values of theta has. അതായത് നമ്മൾ തീറ്റയുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള അൺനോൺ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് വാല്യൂ അറിയില്ലല്ലോ, അറിയാവുന്ന വാല്യൂ ആണെങ്കിൽ പിന്നെ നമുക്കത് കണ്ടുപിടിക്കണ്ടല്ലോ, അൺനോൺ ആണ്. പക്ഷെ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. That is, we assume that random sample x1, x2, etc., xn came from the density f of x theta, where theta is unknown but fixed. അതായത് നമ്മൾ റാൻഡം സാമ്പിൾ കൺസിഡർ ചെയ്യാണ്, x1, x2, etc., xn. അത് ഇവിടുത്തെ ആ പോപ്പുലേഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തീറ്റയാണ്. തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ നമുക്ക് അറിയില്ല, പക്ഷെ അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് ആ ഫിക്സ്ഡ് ആയിട്ടുള്ള അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ലുക്കിംഗ് അറ്റ് ദ വാല്യൂസ് ഓഫ് റാൻഡം സാമ്പിൾ. അതായത് റാൻഡം സാമ്പിൾസിന്റെ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ആ ഫിക്സ്ഡ് ആണ് പക്ഷെ അൺനോൺ ആയിട്ടുള്ള തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ മെത്തേഡ് ഓഫ് മൊമെന്റ്സും മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി മെത്തേഡ്സ് നോക്കാം. ആദ്യത്തെ മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. This is the oldest method of estimation introduced by Carl Pearson. Carl Pearson ആണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. According to it, to estimate k parameters of a population, we equate in general the first k moments of the sample to the first k moments of the population. അതായത് നമ്മളിവിടെ കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡിൽ. അപ്പൊ നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കെ മൊമെന്റ്സ് ഓഫ് ദി സാമ്പിൾ ആൻഡ് ഫസ്റ്റ് കെ മൊമെന്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അതായത് പോപ്പുലേഷന്റെ ഫസ്റ്റ് കെ മൊമെന്റ്സും സാമ്പിളിന്റെ ഫസ്റ്റ് കെ മൊമെന്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കെ ഇക്വേഷൻസ് കിട്ടും. സോൾവിങ് ദീസ് കെ ഇക്വേഷൻസ് വി ഗെറ്റ് കെ എസ്റ്റിമേറ്റേഴ്സ്. നമ്മളിവിടെ കെ എസ്റ്റിമേറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷന്റെയും സാമ്പിളിന്റെയും ഫസ്റ്റ് കെ മൊമെന്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ ഇക്വേഷൻസും കെ അൺനോൺസും കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കെ എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, let x be a random variable with the probability density function f of x theta. Let mu r dash be the rth moment about O. Mu r dash equal to expectation of xr.
In general, mu r dash will be non-function of theta and we write mu r dash equal to mu r dash of theta. Okay, x എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ PDF എന്ന് പറയുന്നത് f of x theta ആണ്. ഇനി rth മൊമെന്റ് ആണ് mu r dash എന്ന് പറയുന്നതാണ് rth മൊമെന്റ്. mu r dash equal to expectation of x power r. അതിന്റെ mu r dash എന്ന് പറയുന്നത് ഇതാണ് x power r ന്റെ എക്സ്പെക്ടേഷൻ ആണ്. ഇൻ ജനറൽ അതൊരു തീറ്റയുടെ നോൺ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം mu r dash എന്ന് പറയുന്നത് ആക്ച്വലി mu r dash of theta, തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അത്. അതിന് നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ആണ്. Let x1, x2, etc. xn be random sample of size n drawn from the population with the density function f of x theta. x1, x2, etc. xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണ്. ഈ f of x theta probability density function ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്നതാണ്. Then rth sample moment will be mr dash equal to 1 by n summation xi raised to r. ഇതാണ് അവിടുത്തെ rth sample moment എന്ന് പറയുന്നത്. Form the equation mr dash equal to mu r dash theta and solve for theta. Let theta cap be the solution of theta. Then theta cap is the estimator of theta obtained by methods of moments. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് കെ മൊമെന്റ്സ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഫസ്റ്റ് കെ മൊമെന്റ്സ് ഓഫ് സാമ്പിൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കെ ഇക്വേഷൻസും കെ അൺനോൺസും കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ ആണ് കെ എസ്റ്റിമേറ്റർ കിട്ടുന്നത്. അപ്പോൾ ഇത് rth മൊമെന്റ് ആണ്, പോപ്പുലേഷന്റെ rth മൊമെന്റ് ആണ് ഇത്. mu r dash എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പവർ r. അത് നമ്മൾ തീറ്റയുടെ ഒരു ഫംഗ്ഷൻ, അത് നമുക്ക് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതായത് mu r dash of theta. ഇനി നമ്മൾ സാമ്പിളിന്റെ rth മൊമെന്റ് ആണ് കാണുന്നത്. mr dash എന്ന് പറയുന്നത് 1 by n summation xi power r. ഇനി ഇതും ഇക്വേറ്റ് ചെയ്യാണല്ലോ ചെയ്യേണ്ടത്. സാമ്പിളിന്റെ rth മൊമെന്റും പോപ്പുലേഷന്റെ rth മൊമെന്റും ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ mu r dash of തീറ്റയും mr ഡാഷും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് r ഇക്വേഷൻസ് ആണ് കിട്ടുക, r അൺനോൺസ് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ്റ്റിമേറ്റേഴ്സ് കിട്ടും, തീറ്റയുടെ എസ്റ്റിമേറ്റേഴ്സ് കിട്ടും. അതിനെ നമ്മൾ തീറ്റ ക്യാപ്പ് എന്നാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റ ക്യാപ്പ് ആയിരിക്കും നമ്മുടെ റിക്വയർഡ് എസ്റ്റിമേറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ഉപയോഗിച്ച് ചെയ്യുക. അതായത് സാമ്പിളിന്റെ മൊമെന്റും പോപ്പുലേഷന്റെ മൊമെന്റും തമ്മിൽ കണ്ടുപിടിച്ചിട്ട് അത് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടീസ് ആണുള്ളത്. മൊമെന്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ asymptotically unbiased. അത് asymptotically unbiased ആണ്. ഇനി they are consistent estimators, അത് കൺസിസ്റ്റന്റ് ആണ്. Under fairly general condition, the distribution of moment estimators are asymptotically normal. ഇത് under കുറച്ച് കണ്ടീഷൻസിൽ ഇത് asymptotically normal ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? asymptotically unbiased ആണ്, asymptotically normal ആണ്, കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുക ഈ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മിക്കവതും അങ്ങനെ ചോദിക്കുകയുള്ളൂ. എക്സ്പ്ലെയിൻ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അപ്പൊ ആദ്യം ആരാണ് ആ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാൾ പിയേഴ്സൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എഴുതുക. പിന്നെ എന്താണ് ആക്ച്വലി ആ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് പോപ്പുലേഷന്റെ അത് നമുക്ക് കെ എസ്റ്റിമേറ്റേഴ്സ് ആണ് ഒരു പോപ്പുലേഷന്റെ ഒരു പാരാമീറ്ററിന്റെ കണ്ടുപിടിക്കേണ്ടത്. അൺനോൺ പാരാമീറ്റേഴ്സ് കെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പോപ്പുലേഷന്റെ ഫസ്റ്റ് കെ മൊമെന്റ്സും സാമ്പിളിന്റെ ഫസ്റ്റ് കെ മൊമെന്റ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ ഇക്വേഷൻസും കെ അൺനോൺസും കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കെ എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, അതാണ് മെത്തേഡ്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അതായത് എങ്ങനെയാണെന്ന്. അതാണ് ഇവിടെ, അത് കെക്ക് പകരം ആറാണ് എടുത്തേക്കണത്. അതായത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ പോപ്പുലേഷനൊക്കെ എടുത്ത് പോപ്പുലേഷന്റെ rth മൊമെന്റ് ഇതാണ്, അത് കഴിഞ്ഞിട്ട് സാമ്പിൾ എടുത്തിട്ട് സാമ്പിളിന്റെ rth മൊമെന്റ് ഇതാണ്, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് തീറ്റ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കൂടെ ഡീറ്റെയിൽഡ് പറഞ്ഞതാണ് ഇത്. ഓക്കെ, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസും കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ആകെ 3 പ്രോപ്പർട്ടി അല്ലേ ഉള്ളൂ, അസിംപ്റ്റോട്ടിക്കലി അൺബയാസ്ഡ്, അസിംപ്റ്റോട്ടിക്കലി നോർമൽ, കൺസിസ്റ്റന്റ്. അപ്പൊ ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ എഴുതണം, ആരാണ് കണ്ടുപിടിച്ചത്, എന്താണ് ആ മെത്തേഡ്, പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, പ്രോപ്പർട്ടീസും കൂടെ കൂട്ടിച്ചേർക്കാം. സാധാരണ ഒരു ഇതിന്റെ പ്രോപ്പർട്ടീസ് മാത്രമായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഇനിയിപ്പോ ചെറിയ മാർക്കിന്റെ എങ്ങാനും ചോദിക്കുമെന്ന് അറിയില്ല, മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. അപ്പൊ ഈ പ്രോപ്പർട്ടീസും കൂടെ എഴുതണം, എന്നാലാണ് നമ്മൾ കുറെ വാരി വെച്ച് എഴുതിയിട്ട് കാര്യമില്ല. പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല മാർക്ക് വീഴുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ.
ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ പ്രോപ്പർട്ടീസും കൂടെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് മെത്തേഡാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. ഓക്കെ, അപ്പൊ ഇതും ചോദിക്കാം. ഒന്നെങ്കിൽ രണ്ട് മെത്തേഡും എസ് ആയിട്ട് ചോദിക്കാം എഴുതാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അങ്ങനെയും ചോദിക്കാം. ഓക്കെ, സാധാരണ രണ്ടായിട്ടാണ് ചോദിക്കാറ്. ഇനി എസ് ആയിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ചിലപ്പോൾ ചോദിക്കാം. അതായത് രണ്ട് മെത്തേഡും എഴുതാൻ പറഞ്ഞിട്ട് ഏതൊക്കെ മെത്തേഡുകളാണ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്, മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ചെറിയ മാർക്കിന്റെ ഷോർട്ട് എസ് ഒക്കെ ആണെങ്കിൽ ഓരോ മെത്തേഡ്സ് ആയിട്ടാണ് ചോദിക്കുക. എങ്ങനെയായാലും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. The method of moments is one procedure for generating estimators of unknown parameters. It provides an attractive rationale and is generally quite easy to employ. ഇനി അടുത്തത് 1921 Sir R. A. Fisher proposed a different rationale for estimating parameters and pointed out a number of reasons that it might be preferable. The procedure proposed by Fisher is called the method of maximum likelihood and is generally acknowledged to be superior to the method of moments. അതായത് മെത്തേഡ് ഓഫ് മൊമെന്റ്സിനേക്കാളും ഇച്ചിരിയും കൂടെ മറ്റേത് ഓൾഡ് മെത്തേഡാണ്, ഇത് ഇത്തിരിയും കൂടെ സുപ്പീരിയർ ആയിട്ടുള്ള മെത്തേഡാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിഷർ ആണ്. അപ്പൊ എഴുതണം ആരാണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എഴുതണം, ഫിഷർ ആണ്. ഇൻ ഓർഡർ ടു ഡിഫൈൻ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ വി ഷാൽ ഡിഫൈൻ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മുമ്പ് കണ്ടതാണ്, അതൊന്നും കൂടെ ഇവർ പറയുകയാണ് എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു, അതായത് ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L എന്ന് പറയുന്നത്. നോക്കാം. The likelihood function of n random variables x1, x2, extra xn is defined to be joint probability density function of n random variables. Say f of x1, x2, extra xn theta, which is considered to be function of theta. In particular, suppose that x is random variable and x1, x2, extra xn random sample of x having density f of x theta. Also x1, x2, extra xn are observed sample values. അതായത് x എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്, റാൻഡം സാമ്പിൾസ് ആണ് x1, x2, extra xn. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x theta ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് L എന്നാണ് ഡിനോട്ട് ചെയ്യുക. L of x1, x2, extra xn theta എന്ന് പറയുന്നത് f of x1, x2, extra xn theta is equal to f of x1 theta. ഇത് ഓരോന്നിനായിട്ട് കൊടുക്കാം. f of x2 theta etc. f of xn theta. ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് i equal to 1 to n f of xi theta. ഇതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ക്യാൻ ഓൾസോ ബി ഡിനോട്ടഡ് ആസ് L of x theta. ഇങ്ങനെ x1, x2 ഇങ്ങനെ എഴുതണം എന്നില്ല, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ L of theta എന്ന് എഴുതാം. Likelihood function give the likelihood that random variables assume a particular value of x1, x2, extra xn. Okay, അപ്പോൾ ഇതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, പ്രൊഡക്റ്റ് ഓഫ് f of xi theta. ഇനിയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് പറയുന്നത്. Okay, the principle of maximum likelihood consists in finding an estimator of the parameter which maximize L for variations in the parameter. Okay, അതായത് ഈ പേര് പറയണ പോലെ തന്നെ മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാനാണല്ലോ. അപ്പൊ എങ്ങനത്തെ എസ്റ്റിമേറ്റർ ആണ്? ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡ്. Thus, the problem of finding a maximum likelihood estimator is the problem of finding the value of theta that maximize L of theta. അതായത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് L of theta മാക്സിമൈസ് ചെയ്യുന്ന തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് തീറ്റ കിട്ടണം such that അതിന്റെ L, അതായത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആവണം. Thus, if there exists a function t equal to t of x1, x2, extra xn of sample values which maximize L for variations in theta, then t is called the maximum likelihood estimator of theta. അതായത് തീറ്റ എന്ന് പറയുന്നതാണ് ഒരു വേരിയബിൾ എന്ന് വിചാരിക്കുക. അവിടുത്തെ t എന്ന് പറയുന്നതാണ് എസ്റ്റിമേറ്റർ. t such that t of x1, x2, extra xn
സച്ച് ദാറ്റ് അത് എൽ ഓഫ് തീറ്റനെ മാക്സിമൈസ് ചെയ്യും. അപ്പൊ ആ ടീനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അതായത് ആ എസ്റ്റിമേറ്റർ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമം ആക്കുന്നു. അതിനെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ, അതിനെ നമ്മൾ MLE എന്നാണ് വിളിക്കുക. ഓക്കെ, ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ പിന്നീടൊക്കെ MLE എന്നാണ് പറയുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ തന്നെ ചെറിയ, അതായത് നമ്മൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫോംസ് ഒക്കെ ആയിട്ട് എഴുതാറില്ലേ, വലിയതാക്കി എഴുതാൻ പറ്റാണ്ട്, അത് നമ്മൾ കൊടുക്കണം ഇത്. പക്ഷെ ഇത് ഓൾറെഡി ഇങ്ങനെയാണ് MLE എന്നാണ് പറയുക. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് ഫോംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും വലിയ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്നൊന്നും ചോദിക്കില്ല, MLE എന്നേ ചോദിക്കുള്ളൂ. അയ്യോ അപ്പൊ MLE എന്തായിരുന്നു അങ്ങനെ വിചാരിക്കരുത്. അതിനാണ് ഷോർട്ട് ഫോംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇനി പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ MLE എന്ന് എഴുതുകയുള്ളൂ. അപ്പൊ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, thus T is a solution if any of dou L by dou theta equal to 0 and dou square L by dou theta square less than 0. T എന്ന് പറയുന്നത് ഇതിന്റെ ഏതെങ്കിലും സൊല്യൂഷൻ ആയിരിക്കും. dou L by dou theta equal to 0 അല്ലെങ്കിൽ dou square L by dou theta square less than 0. Also L and log L have maximum at the same value of theta. We can take log L instead of L, which is usually more convenient in computations. അതായത് എല്ലിനും ലോഗലിനും ഏകദേശം ഒക്കെ മാക്സിമം വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലിന് പകരം ലോഗലിലൊക്കെ എടുത്ത് ചെയ്യാം. അത് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടല്ലോ, നമ്മൾ ലോഗല് എടുത്തിട്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയായിരുന്നു, ലോഗല് എടുത്തിട്ട് അതിന് ഡിഫറൻഷിയേഷൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പൊ പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാവും. കാരണം ഇ റേസ് ടു പവർ അതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഗും ഇയും ഒക്കെ ക്യാൻസൽ ചെയ്തൊക്കെ അങ്ങനെ പോകും. അതിനൊക്കെ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ലോഗ് എടുക്കുന്നത്. Thus MLE is the solution of the equations. അപ്പൊ എല്ലിന് പകരം നമുക്ക് ഇതിടാം dou log L by dou theta equal to 0 provided dou square log L by dou theta square less than 0. അപ്പൊ അതായത് നമ്മൾ എല്ലിനെ മാക്സിമം ആക്കുക, അതായത് എല്ല് അല്ലെങ്കിൽ ലോഗലിനെ മാക്സിമം ആക്കുക എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. dou log L by dou theta എന്ന് പറഞ്ഞിട്ട് 0 ആയിരിക്കണം, dou square log L by dou theta square less than 0 ആയിരിക്കണം. The maximum likelihood estimator can also be used for simultaneous estimation of several parameters of given population. In that case, we must find the values of parameters that premises the likelihood function. Okay. അപ്പോൾ ഇതിൽ എന്താണ് ലൈക്ലിഹുഡ്, മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതണം ഫിഷർ ആണ്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മെത്തേഡ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എഴുതണം. അപ്പൊ മറ്റേത് പിയേഴ്സൺ ആയിരുന്നു, ഇതില് പറയണത് ഫിഷർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എഴുതണം. എന്നിട്ട് എന്താണ് മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ പറയണം. അപ്പൊ ആദ്യം തന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എഴുതുക, അതായത് പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ. ഇനി ഈ നമ്മള് അപ്പോൾ ഈ പ്രോബ്ലം, ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രോബ്ലം ഓഫ് മാക്സിമൈസ്ഡ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ എസ്റ്റിമേറ്റർ സച്ച് ദാറ്റ് ഇറ്റ് മാക്സിമൈസ് ദി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അതായത് എല്ലിനെ മാക്സിമൈസ് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്ലം. അതാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി അത് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഫിഷർ ആണ് കണ്ടുപിടിച്ചതെന്ന് എഴുതുക, പിന്നെ എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് എഴുതുക. അത് ഇത്ര നേരത്തെ എഴുതണമെന്നൊന്നുമില്ല, ഇങ്ങനെ എക്സ് ഇത് മറ്റേ സാമ്പിൾ എടുത്തിട്ട് ഇതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്ന എഴുതുക. എന്നിട്ട് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എസ്റ്റിമേറ്റർ വിച്ച് മാക്സിമൈസ് എൽ, അതായത് പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് വാല്യൂ ഓഫ് തീറ്റ ദാറ്റ് മാക്സിമൈസ് എൽ ഓഫ് തീറ്റ. എന്നിട്ട് ഇത് എഴുതാം. ടി എന്ന് പറഞ്ഞത് ആണ് എസ്റ്റിമേറ്റർ സച്ച് ദാറ്റ് ടിയുടെ പ്രത്യേകത എന്താണ്, അത് എല്ലിനെ മാക്സിമൈസ് ചെയ്യും വേരിയേഷൻസ് ഇൻ തീറ്റ. അപ്പൊ നമ്മൾ അതിനെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കും, അതായത് MLE എന്ന് വിളിക്കും. പിന്നെ ഇത് എഴുതുക, അതായത് ടി എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് എഴുതാം എല്ലിന് പകരം നമുക്ക് ലോഗ് എല്ലും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാവും എന്ന് പറഞ്ഞു എഴുതുക. ഇത്രയും എഴുതണം. ആരാണ് കണ്ടുപിടിച്ചത്, ഫിഷർ ആണ് കണ്ടുപിടിച്ചത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക, പിന്നെ എന്താണ് ഇത് ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണതാണെന്ന് എഴുതുക. എന്നിട്ട് അത് ഒന്നും കൂടെ ഇതായിട്ട് എഴുതുക. പിന്നെ ടി ആണ് ഇതെന്നുണ്ടെങ്കിൽ ടീനെയാണ് നമ്മൾ MLE എന്ന് വിളിക്കുക എന്ന് പറയാ. പിന്നെ ഇത് എഴുതുക, എല്ലിന്റെ ടേമിൽ എഴുതുക. പിന്നെ എല്ലും ലോഗലും ഇൻസ്റ്റെഡ് ഓഫ് എല്ലിന് നമുക്ക് ലോഗലിന് എഴുതാം, ഇതും എഴുതാം. ഇത്രയും എഴുതണം. ഓക്കെ, പിന്നെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ്
എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്? അത് കൺസിസ്റ്റന്റ് ആണ്. അപ്പം മറ്റേതും കൺസിസ്റ്റന്റ് തന്നെയായിരുന്നു. ഇതിന് കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഇതും കൺസിസ്റ്റന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഡൺ നോർമലി. മറ്റേതും നോർമലി ആയിരുന്നു, ഇതും നോർമലി തന്നെയാണ് ലാർജ് സാമ്പിൾസിന്. ഓക്കെ, അപ്പൊ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് കൺസിസ്റ്റന്റ് ആണ്, നോർമൽ ആണ്, പിന്നെ അത് എഫിഷ്യന്റ് ആണ്. ഓക്കെ, മറ്റേത് എഫിഷ്യന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് എഫിഷ്യന്റ് ആണ്, പിന്നെ സഫിഷ്യന്റും ആണ്. ഓക്കെ, പിന്നെ നോട്ട് നെസസറിലി അൺബയാസ്ഡ്. മറ്റേത് അസിംപ്റ്റോട്ടിക്കലി അൺബയാസ്ഡ് ആയിരുന്നു, ഇത് അൺബയാസ്ഡ് ആവണമെന്നില്ല. ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യന്റും ആണ്, സഫിഷ്യന്റും ആണ്. അടുത്തത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഹാവ് ഇൻവേരിയൻസ് പ്രോപ്പർട്ടി. That is, t is MLE of theta, then g of t is also MLE of g of theta. അതായത് t തീറ്റയുടെ ഇതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ g of t g of തീറ്റയുടെ ഇതായിരിക്കും. ബീയിങ് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് തീറ്റ വിത്ത് യുണീക് ഇൻവേഴ്സ്. ഇത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അതായത് t തീറ്റയുടെ MLE ആണെന്നുണ്ടെങ്കിൽ അത് g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ g of t g of തീറ്റയുടെ MLE ആയിരിക്കും. ഓക്കെ, അപ്പൊ മറ്റേതിന്റെയും ഇതിന്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കൺസിസ്റ്റന്റും പിന്നെ നോർമാലിറ്റിയുമാണ്. അത് അൺബയാസ്ഡ് ആണ്, ഇത് അൺബയാസ്ഡ് ആവണമെന്നില്ല. ഇതിന് എക്സ്ട്രാ ഉള്ള പ്രോപ്പർട്ടീസ് എഫിഷ്യന്റ് ആണ്, സഫിഷ്യന്റ് ആണ്, പിന്നെ ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ടി തീറ്റയുടെ MLE ആണെന്നുണ്ടെങ്കിൽ g of t g of തീറ്റയുടെ MLE ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസും വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, കുറച്ചല്ലേ ഉള്ളൂ. കൺസിസ്റ്റന്റ്, സഫിഷ്യന്റ്, എഫിഷ്യന്റ്, അൺബയാസ്ഡ് ആവണമെന്നില്ല, നോർമാലിറ്റി ആണ്, പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ് ഇതെന്ന് ചോദിക്കും, ഈ മെത്തേഡ് ചോദിക്കുമ്പോൾ ഫിഷർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. പിന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ടി എന്ന് പറയുന്നത് നമ്മുടെ എസ്റ്റിമേറ്റർ ആണെങ്കിൽ എൽ ഓഫ് തീറ്റ മാക്സിമൈസ് ചെയ്യണം, അപ്പൊ അതിനെ MLE എന്ന് വിളിക്കും. പിന്നെ മറ്റേ അതായത് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ദോ എൽ ബൈ ദോ തീറ്റ ഈക്വൽ ടു 0, ദോ സ്ക്വയർ എൽ ബൈ ദോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ നമുക്ക് ലോഗ് എല്ലും മാക്സിമൈസ് ഏകദേശം സെയിം വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് എല്ല് നമുക്ക് ലോഗ് എൽ ഉപയോഗിക്കാം, കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ദോ എല്ലിന് പകരം ലോഗ് എല്ല് കൊടുത്തിട്ട് അതും എഴുതുക. പിന്നെ പ്രോപ്പർട്ടീസ് കൺസിസ്റ്റന്റ്, സഫിഷ്യന്റ്, എഫിഷ്യന്റ്, അൺബയാസ്ഡ് ആവണമെന്നില്ല, നോർമാലിറ്റി, ഈ ഫംഗ്ഷൻ, ഇത് ഈ പ്രോപ്പർട്ടി, ഇത്രയും എഴുതുക. ഓക്കെ, മറ്റേ മെത്തേഡ്സ് ആവുമ്പോ എന്തായിരുന്നു, എന്താണ് ആരാ കണ്ടുപിടിച്ചത്? പിയേഴ്സൺ കണ്ടുപിടിച്ചു. മൊമെന്റ്സ്, അതായത് സാമ്പിളിന്റെയും പോപ്പുലേഷന്റെയും ഫസ്റ്റ് k മൊമെന്റ്സ് എടുത്ത് ഇക്വേറ്റ് ചെയ്ത് k ഇക്വേഷൻസും k അൺനോൺസും അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് k എസ്റ്റിമേറ്റേഴ്സ് കിട്ടും. പിന്നെ അത് ഇച്ചിരി കൂടെ ഇതായിട്ട് എഴുതുക, അതായത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതായത് ആർത്ത് മൊമെന്റ്, പോപ്പുലേഷന്റെ ആർത്ത് മൊമെന്റ് കണ്ടുപിടിച്ചു, മറ്റേതിന്റെ ആർത്ത് സാമ്പിളിന്റെ ഇത് കണ്ടുപിടിച്ചു, രണ്ടും ഇക്വേറ്റ് ചെയ്തു, തീറ്റ ക്യാപ്പ് എന്നാണ് പറയണത്. അങ്ങനെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് കൺസിസ്റ്റന്റ് ആണ്, അൺബയാസ്ഡ് ആണ്, നോർമാലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പൊ ഇങ്ങനെ എഴുതണം, ഇത്രയും പോയിന്റ് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എഴുതിയത് തന്നെ പിന്നെയും എഴുതി വെച്ചോണ്ടൊന്നും കാര്യമില്ല. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ്, അതാണ് ഞാൻ പിന്നെയും പോയിന്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് least square estimators. This method of estimation due to Gauss and Markov is based on theory of linear estimation. Usually this method is used to fit a curve of the form. നിങ്ങൾ കർവ് ഫിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് വേറെ സെമ്മിൽ, സെക്കൻഡ് സെമ്മിലാണ് ഞങ്ങൾ പഠിച്ചത്, നിങ്ങൾ അതിലാന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ടാവണം, കർവ് ഫിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. അതാണ് ഇവിടെ ഇത് കൊടുത്തത്. y equal to f of xi a0 a1 etc an where ai's are unknown parameters. To set of n sample observations x1 y1 x2 y2 etc xn yn of bivariate population by the principle of least squares. Here we minimize the sum of squares of error between observed estimated values, which is given by s is equal to summation yi minus f of function in the square. നിങ്ങൾ curve fitting പഠിച്ചപ്പോൾ method of least squares പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. Subject of variations s minimum, we have dou s by dou a equal to 0. These are called normal equations. Solving this equation we get least square estimators. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മറ്റേത് രണ്ടുമാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. എനിക്കറിയില്ല, മറ്റേത് രണ്ടുകളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്.
ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല. മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. ഹിയർ വി കൺസിഡർ എസ്റ്റിമേറ്റേഴ്സ് വിച്ച് ഈസ് അൺബയാസ്ഡ് ആൻഡ് മിനിമം വേരിയൻസ്. ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് എങ്ങനത്തെ എസ്റ്റിമേറ്റേഴ്സ് ആണ്? അൺബയാസ്ഡും ആണ് മിനിമം വേരിയൻസും ആണ്. ഓക്കെ. Let x1 x2 extra random sample drawn from population PDF f of x theta. Likelihood function എന്ന് പറയുന്നത് product of f of x I theta. Problem of find statistic t equal to t of x1 x2 extra such that e of t equal to integral minus infinity to infinity t into L dx equal to gamma of theta. അതിനെ ഇപ്പുറത്തേക്ക് എടുത്തു. t minus gamma of theta into L into dx equal to 0. And variance integral t minus e of t whole square into L dx. അതായത് t minus gamma of theta whole square into dx is minimum. In other words, we have minimized to the subject condition. അതായത് മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ഇതിലൊക്കെ ഹെഡിങ് പറയണ പോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനത്തെ എസ്റ്റിമേറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്? അൺബയാസ്ഡും ആണ് മിനിമം വേരിയൻസും ആണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അതാണ്. അതിന്റെ ഇ ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വേരിയൻസ് നമുക്ക് മിനിമം ആക്കണം സബ്ജക്ട് ടു ദ കണ്ടീഷൻ 1. അതായത് അൺബയാസ്ഡ് ആൻഡ് കണ്ടീഷൻ ആണിത്. അൺബയാസ്ഡ് ആവണം, വേരിയൻസ് മിനിമം ആവണം. അങ്ങനത്തെ അൺബയാസ്ഡ് ആയിട്ടുള്ള എന്നാൽ വേരിയൻസ് മിനിമം ആയിട്ടുള്ള എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. ഓക്കെ. മറ്റേ മെത്തേഡ് എന്തായിരുന്നു? ഈ മെത്തേഡ് ലീസ്റ്റ് സ്ക്വയർ. ഇതൊരു കർവ് ഫിറ്റിംഗിന്റെ ആണ്. അത് ഗോസ് മാർക്കോവ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്ത് കർവ് ഫിറ്റിംഗിന്റെ ആണ്? അത് ഈ ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അതിന്റെ ഇതാണ്. അപ്പൊ ഇത് പേര് പറയണ പോലെ തന്നെ മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബയാസ്ഡും വേരിയൻസ് മിനിമം ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഇക്വേഷൻ. ഇത് എഴുതുക. അതായത് രണ്ടാമത്തെ ഇത് മിനിമം ആക്കണം സബ്ജക്ട് ടു ദിസ് കണ്ടീഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് എനിക്ക് അറിയില്ല, ചെറിയ മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചിലപ്പോൾ വരുമായിരിക്കും. മെയിൻ ആയിട്ട് ഈ ഭാഗത്തു നിന്ന് വരണത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിൽ വരണത് രണ്ട് മെത്തേഡ്സ് ആണ്. മെത്തേഡ് ഓഫ് മൊമെന്റ്സും മെത്തേഡ് മാക്സിമം ലൈക്ലിഹുഡും. അപ്പോൾ ഒന്നുകിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും ചോദിക്കാം, അല്ലെങ്കിൽ എസ് ആയിട്ട് ഒന്നിച്ച് ചോദിക്കാം. എങ്ങനെയാണെങ്കിലും രണ്ടും പഠിക്കണം. ഓക്കെ. ഇനി നാളെ നമുക്ക് ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നോട്ട് നാളെ ഒരുമിച്ച് തരാം. അതായത് ഇതുകൾ എഴുതിയതും പിന്നെ എക്സാമ്പിൾസും കൂടെ ഉള്ള നോട്ടായിട്ട് നാളെ തരാം. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. പിന്നെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. ഓക്കെ. അപ്പോൾ ബാക്കി നാളെ എടുക്കാം. താങ്ക് യു.